സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഈ ജീവനുള്ള ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ത്യജിച്ചു കളയുന്നത്? അത് ഈ ആദ്യ വിശ്വാസം മുറുകെ പിടിക്കാത്തതിലൂടെയാണ്. ആദ്യ വിശ്വാസം എന്താണ്? ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നാം സ്വീകരിച്ച് ഏറ്റുപറയുന്ന ഒരു വിശ്വാസമുണ്ട്. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവനായ പിതാവ്, ആ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്കായി എനിക്ക് പകരം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഈ ഫെയ്ത്ത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാൽ നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളാണ്. അപ്പോൾ ക്രിസ്തുവിൽ പങ്കാളികളായി നമ്മളെ തീർക്കുന്ന വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ നമ്മൾ പാപത്തിൻ്റെ ചതിയാൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പല ആളുകളും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് തിരിഞ്ഞ് അന്ന് എബ്രായ വിശ്വാസത്തിലേക്ക്, അതായത് പഴയ യഹൂദ വിശ്വാസത്തിലേക്ക് പോകുവാൻ പ്രേരണ ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് പകരം അവർ മാനുഷികമായ ഒന്നിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുക്രിസ്തുവിലുള്ള പങ്കാളിത്തം ഇല്ലാതായി പോകുന്നു. വീണ്ടും പാപത്തിൻ്റെ കാഠിന്യത്താൽ അവർ കഠിനഹൃദയരായി മാറുകയും ചെയ്യുന്നു, പാപത്തിൻ്റെ ചതിയാൽ. അപ്പോൾ സ്വസ്ഥത പ്രാപിക്കാൻ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥത പ്രാപിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നത്, പാപം ചെയ്തവരോടല്ലയോ ഞാൻ ക്രൂദ്ധിച്ചത്, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലേ നാണയിട്ടത്, അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു. അപ്പോൾ അനുസരണമില്ലാത്ത ഒരു ജനം, അവിശ്വാസം ഉള്ള ഒരു ജനം. 18-ഉം 19 വാക്യങ്ങൾ ഒന്നിച്ച് വായിച്ചാൽ അതിങ്ങനെയാണ് അതിൻ്റെ അവസാന ഭാഗങ്ങൾ. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ ആണയിട്ടത്, അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അപ്പോൾ ഈ രണ്ട് വാക്കുകളൊന്ന് ഒന്നിച്ച് ചിന്തിച്ച് നോക്കി. അനുസരണം കെട്ടവരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അവരെന്തുകൊണ്ടാണ് പ്രവേശിക്കാത്തത്? അവിശ്വാസം നിമിത്തം. അപ്പോൾ വിശ്വാസവും അനുസരണവും ബേസിക്കലി ഒന്ന് തന്നെയാണ്. വിശ്വാസമാണ് അനുസരണം, അവിശ്വാസമാണ് അനുസരണക്കേട്. ആദ്യ വിശ്വാസം അന്ത്യം വരെയും നമ്മൾ പിടിച്ചുകൊള്ളുന്നതാണ് നമ്മുടെ അനുസരണം. എന്നാൽ ആദ്യ വിശ്വാസം പിടിച്ചുകൊള്ളാത്തത്, അല്ലെങ്കിൽ രക്ഷയുടെ വിശ്വാസം ഏറ്റുപറയാത്തതാണ് നമ്മുടെ അനുസരണക്കേട്. അപ്പോൾ അനുസരണക്കേടുള്ളവർ തന്നെയാണ് അവിശ്വാസികൾ, അവിശ്വാസികൾ തന്നെയാണ് അനുസരണക്കേടുള്ളവർ. ഈ വിശ്വാസം എന്ന് പറയുന്ന അനുസരണം എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. വിശ്വാസമാണ് അനുസരണമായി പരിണമിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്. അത് അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ്. ഫെയ്ത്ത് ഷാൽ ബിക്കം ഒബീഡിയൻസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ആഡ് ഒബീഡിയൻസ് ടു ഫെയ്ത്ത്. വിശ്വാസത്തോട് അനുസരണം കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്നത്, ആ വിശ്വാസം തന്നെ നമ്മളിൽ രൂപാന്തരം വരുത്തി അനുസരണമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. സോ അൺബിലീഫ് ഈസ് ഈക്വൽ ടു ഡിസൊബീഡിയൻസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സ്വസ്ഥത എന്ന വാഗ്ദത്തം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായി വരുന്നു. എന്താണ് സ്വസ്ഥത? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പോൾ നമ്മൾ ഏറ്റവും മുമ്പിൽ വെക്കേണ്ടത് സ്വസ്ഥത എന്ന വിഷയമാണ്. എന്താണ് ദൈവത്തിൻ്റെ സ്വസ്ഥത? നമുക്ക് ഈ സ്വസ്ഥത എന്ന വാക്ക് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടെ വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് എന്നുള്ളതാണ്. വിശുദ്ധീകരണവും സ്വസ്ഥതയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അപ്പോസ്തലിക ലേഖനങ്ങൾ വായിക്കുമ്പോൾ നീതീകരണത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളുമുണ്ട്, വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളുമുണ്ട്. ബൈബിളിൽ മുഴുവൻ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള വെളിപ്പാടുകളുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ അത് നിഴലുകളായി കാണുന്നു. പുതിയ നിയമത്തിലാണ് അത് പൂർണ്ണരൂപം പ്രാപിക്കുന്നത്, മൂർത്തഭാവം എടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് സ്വസ്ഥതയും വിശുദ്ധീകരണവും തമ്മിലുള്ള ബന്ധം? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1ഉം 2ഉം വാക്യങ്ങൾ, അവിടെയാണ് ആദ്യമായിട്ട് സ്വസ്ഥത എന്ന വാക്കും വിശുദ്ധീകരണം എന്ന വാക്കും നമ്മൾ ഒന്നിച്ച് കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഇങ്ങനെ ആകാശവും ഭൂമിയും അവരുടെ ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത എല്ലാ പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. എന്താണ് കർത്താവ് ചെയ്ത പ്രവൃത്തി? സൃഷ്ടി എന്ന പ്രവൃത്തി. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം റെസ്റ്റ് എടുക്കുകയല്ല ചെയ്തത്. 7-ാം ദിവസം ഗോഡ് ഡിഡ് നോട്ട് എൻറ്റർ ഇൻ ടു എ റെസ്റ്റ് വെയർ ഹീ ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്.
കർത്താവ് ഒന്നും ചെയ്യില്ലാത്തൊരു റെസ്റ്റിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്തത്. അവൻ്റെ സൃഷ്ടിപരമായ കൃത്യങ്ങളിൽ നിന്ന് അവൻ നിവൃത്തനാവുകയാണ് ചെയ്തത്. സൃഷ്ടി തീർന്നു, ഇനി സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കുകയും 7-ാം ദിവസം അവൻ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനാവുകയും ചെയ്തു. അപ്പോൾ ദൈവം സ്വസ്ഥനായിരുന്നു 7-ാം ദിവസം. അടുത്ത വാക്യത്തിൽ പറയുന്നു, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ സാങ്ക്ടിഫൈഡ് എന്ന് തന്നെയാണ്, വിശുദ്ധീകരിച്ചു എന്നാണ്. അപ്പോൾ 7th day is sanctified because the Lord entered into a rest on that day. അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് വിശുദ്ധമാണ്, വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. അവൻ്റെ സ്വസ്ഥത നാം പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ശബത്തെന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കുന്നത് വർക്ക് ചെയ്യേണ്ടാത്ത ദിവസമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും എപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ശബത്തെന്ന് പറയുന്നത് ശരിക്കും വർക്കിൽ നിന്നുള്ള സ്വസ്ഥതയല്ല, ആന്തരികമായ റെസ്റ്റാണ്, സ്വസ്ഥതയാണ്. കർത്താവ് സൃഷ്ടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം പരിപാലിക്കുന്നുണ്ട്. കർത്താവ് ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ക്ലോക്ക് തന്നെ കറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. ഹീസ് ഇൻ്റർവീനിങ് ഇൻ എവറിത്തിങ്. എല്ലാത്തിലും ദൈവത്തിൻ്റെ കൈയുണ്ട്, കൈമുദ്രയുണ്ട്. കർത്താവ് ഒരിക്കലും പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുമാറി പോകുന്നില്ല. അപ്പോൾ അവൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അവൻ്റെ പരിപാലനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അവൻ്റെ രക്ഷ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അതൊരിക്കലും നിൽക്കുന്നില്ല. എന്നാൽ സൃഷ്ടിയിൽ നിന്ന് കർത്താവ് വിരമിക്കുകയും 7-ാം ദിവസം അവൻ സ്വസ്ഥനാവുകയും ചെയ്തു. ഈ സ്വസ്ഥതയെ അവൻ വിശുദ്ധമായി പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? സകലതിനെയും ആ സ്വസ്ഥതയിലേക്ക് വിളിച്ചു. മനുഷ്യർക്ക് ആ സ്വസ്ഥതയിൽ ദൈവത്തോടു കൂടി ഇരിക്കാനുള്ളൊരു വാഗ്ദത്തം അവിടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സൃഷ്ടി കഴിഞ്ഞു, ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു, ദൈവം സ്വസ്ഥനായി. ഇനി അടുത്ത പരിപാടി എന്താ? ഈ സ്വസ്ഥതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യർക്ക് വേണ്ടി കൂടിയാണ് ആ സ്വസ്ഥത. മനുഷ്യൻ്റെ കൂടെ സ്വസ്ഥനായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു നമുക്കറിയാം. മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് അവൻ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാവുകയില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ ആഴമായി മനസ്സിലാക്കാം. എന്നാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ തലത്തിൽ, ഒരു ആന്ത്രോപ്പോമോർഫിക് തലത്തിൽ, അതായത് ഒരു മാനുഷികമായ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം സ്വസ്ഥത ഒരുക്കി വെച്ചു, അവൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചു, അവൻ മനുഷ്യനെ അവൻ്റെ സ്വസ്ഥതയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവൻ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ അവിശ്വാസ നിമിത്തം, അവൻ്റെ പാപം നിമിത്തം അവൻ അതിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആദമിനും ഹവ്വയ്ക്കും സ്വസ്ഥത കിട്ടിയില്ല. പിന്നെ തലമുറകൾ കർത്താവ് പലരെയും ഈ ക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു, സ്വസ്ഥത വാഗ്ദത്തം ചെയ്തു. അനുസരണക്കേട് നിമിത്തം അവർക്ക് ആർക്കും അതിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തിൻ്റെ വെളിപ്പാട് വരാത്തത് കൊണ്ട് അവർക്ക് ആർക്കും ആ വിശ്വാസത്താൽ അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിച്ചില്ല. അതുകൊണ്ട് വലിയൊരു തലമുറ മുഴുവൻ ഈ കർത്താവിൻ്റെ സ്വസ്ഥത പ്രാപിക്കാതെ പോയി. അപ്പോൾ കർത്താവിൻ്റെ സ്വസ്ഥത പ്രാപിക്കാതെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ന് നമുക്ക് വലിയൊരു തർക്ക വിഷയമാണ്. ശനിയാഴ്ചയാണോ ശബത്ത്, ഞായറാഴ്ചയാണോ ശബത്ത്, ശനിയാഴ്ചയാണോ നമ്മൾ കർത്തൃ ദിവസമായി നോക്കേണ്ടത്, ഞായറാഴ്ചയാണോ? ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങളുണ്ട്. ഈവൻ വിശ്വാസികളിൽ പലരും പോലും ചിന്തിക്കുന്നുണ്ട്, ശനിയാഴ്ചയല്ലേ കർത്താവ് പറഞ്ഞത്, ശനിയാഴ്ച നമ്മൾ നോക്കേണ്ടതല്ലേ എന്നൊക്കെ പല ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ശനിയാഴ്ച ശബത്ത് പറയുന്നത് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നൊരു പ്രത്യേകതയാണ്, പ്രായമായ അപ്പനും അമ്മയും വീട്ടിലുണ്ടാവും, മക്കൾ ദൂരെ എവിടെയെങ്കിലും ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ഇന്ത്യക്ക് തന്നെ വെളിയിലായിരിക്കും. അപ്പോൾ അവർ അവധിക്ക് വല്ലപ്പോൾ ചിലപ്പോൾ 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും വരുന്നത്. വന്നു കഴിയുമ്പം ഇവരോട് അപ്പനും അമ്മയും പറയും, എടാ ഒരാഴ്ച കഴിഞ്ഞ് പോവുകയാണോ, ഒരാഴ്ച കൂടെ നിൽക്കുക എന്ന് പറയും. കാരണം അവർക്ക് മക്കളെ കിട്ടുന്നില്ല. അപ്പോൾ മക്കൾ പക്ഷേ നിൽക്കില്ല. കാരണം അവർക്ക് അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനുണ്ട്, ജോലിയുണ്ട്, 100,000 തിരക്കുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ അപ്പനമ്മമാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അപ്പനമ്മമാർ ഈ ഒരാഴ്ച ചോദിക്കുമല്ലോ, ഒരാഴ്ച കൊണ്ട് 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് പോകാമെന്ന് പറയുന്ന ആ ഒരു മനസ്സാണ് കർത്താവ് ഈ ശബത്തെന്ന ദിവസം ഫിക്സ് ചെയ്യുമ്പോൾ കർത്താവിനുള്ളത്. കാരണം പാപം ചെയ്ത മനുഷ്യന് ദൈവത്തിൻ്റെ കൂടെ 7 ദിവസം ഇരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് 7 ദിവസം പോയി ഇരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അവൻ എന്തെങ്കിലും പണിയിൽ ഇറങ്ങിയാൽ അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തിന് ഇവരെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് താനും. പക്ഷെ ഇവരുടെ അവിശ്വാസം മൂലം അവർക്ക് കർത്താവിൻ്റെ സ്വസ്ഥതയിൽ ഇരിക്കാനായിട്ട് കഴിയുന്നുമില്ല. എന്തു പണിക്കിറങ്ങിയാലും ഈ സ്വസ്ഥത പോകും. അപ്പോൾ സ്വസ്ഥത പോകുന്നുള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? നീ ഒരു കാര്യം ചെയ്യ്, 7 ദിവസം എൻ്റെ കൂടെ ഇരിക്കണ്ട, പകരം ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നീ എൻ്റെ കൂടെ ഇരിക്കുക. അപ്പോൾ പണിയൊന്നും എടുക്കാതിരുന്നാൽ സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോൾ ദൈവം ഈ സ്വസ്ഥതയുടെ ഒരു ടേസ്റ്റ് കൊടുക്കുകയാണ്. ശബത്തായിട്ട് 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം എല്ലാം അധ്വാനിച്ച് റെഡിയാക്കി 7-ാം ദിവസം നീ എൻ്റെ കൂടെ വന്നിരിക്കുക. അപ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ് 7-ാം ദിവസം എന്ന ശബത്തിനെക്കുറിച്ച്
അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7-ാം ദിവസം വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നത്. അപ്പം വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ശബത്ത് ആചരണത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റഡ് ആണ്. അന്ന് നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റഡ് ആണ്. അതാണ് ഈ പഴയ നിയമത്തിൽ യഹൂദന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവർ അവരുടേതായ ഒരു കാര്യത്തിൽ ഇടപെടാതെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ദിവസമായിരുന്നു ശബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വിശുദ്ധമായ ദിവസമാണ്, സാങ്ക്ടിഫൈഡ്, ബിക്കോസ് ഇറ്റ് സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. വിശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ഫോർ ഗോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 7-ാം ദിവസം ആചരിക്കാൻ കാരണം ദൈവവുമായിട്ട് എല്ലാ ദിവസവും ഇടപെടാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് ഒരു 7-ാം ദിവസം മാത്രം അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് അതൊരു ഫോർടേസ്റ്റ് മാത്രമായി, അതായത് ഒരാദ്യ സ്വാദ് മാത്രമായിട്ട് അത് ഒരു സാമ്പിളായിട്ട് മാത്രം അത് വെച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ അതാണ് കാണുന്നത്. എന്നിട്ട് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം നമുക്ക് തരുന്നത്. അവിടെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തം എന്നാണ് ശബത്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവം വിളിച്ച ഒരു സ്വസ്ഥത, ഒരു നിത്യസ്വസ്ഥത, ഒരു എറ്റേണൽ റെസ്റ്റ്ഫുൾനെസ്. ഞാൻ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോയി റെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു എറ്റേണൽ റെസ്റ്റ്ഫുൾനെസ്, അതായത് എപ്പോഴും കർത്താവിൻ്റെ കൂടെ സ്വസ്ഥമായിരിക്കാനുള്ള ഒരു കോളിങ് നമുക്കുണ്ട്. അപ്പോൾ പിതാവുമായി നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവുകയാണ്, എ പീസ് ഓഫ് മൈൻഡ്. ദൈവത്തിൻ്റെ അടുത്ത് പോയി സ്വസ്ഥമായിരിക്കാം. ആ ഒരു സ്വസ്ഥതയിലേക്കുള്ള ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഇതേ കാര്യം തന്നെ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ, നമുക്കെല്ലാം പരിചിതമായ വാക്യമായിരിക്കാം ഒരുപക്ഷെ റോമാലേഖനം 5-ാം അധ്യായം, എങ്കിലും ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിച്ചു? ദൈവവുമായി ഒരു സ്വസ്ഥത ലഭിച്ചു. അത് വലിയ കൃപയാണ്. കാരണം ഇതിനു മുമ്പുള്ള തലമുറകൾക്കൊന്നും ലഭിക്കാതിരുന്നൊരു കൃപയാണ് പിതാവുമായിട്ടുള്ള സ്വസ്ഥത എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ശനിയാഴ്ച കഷ്ടപ്പെട്ട് ഇത്തിരി സ്വസ്ഥത ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് പിതാവുമായി ഏത് സമയത്തും അവൻ്റെ കൃപാസനത്തിലേക്ക് യാതൊരു ആചാരങ്ങളും ഇല്ലാതെ കടന്നു ചെല്ലാവുന്ന രീതിയിൽ നമുക്ക് സ്വസ്ഥത ലഭിച്ചിരിക്കുന്നു, സമാധാനം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ റോമാലേഖനവും കൂടെ ആ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദൈവമായിട്ടുള്ള സ്വസ്ഥത എന്ന് പറയുന്നത് ഈ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. ബിക്കോസ് ദ ലോർഡ് ഈസ് നോട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് അവർ മിസ്റ്റേക്സ്, അവർ സിൻസ്, അവർ ട്രാൻസ്ഗ്രഷൻസ്. ദൈവം നമ്മുടെ തെറ്റുകളോ നമ്മുടെ പാപങ്ങളോ ലംഘനങ്ങളോ കണക്കെടുക്കുന്നില്ല. കണക്കെടുക്കാത്തത് കൊണ്ടാണ് അത് നമ്മൾ എന്താ പറയുന്നത്, ദൈവമായിട്ടുള്ള സമാധാനം നമുക്കുള്ളത്. സോ ഹി ഹാസ് സെറ്റ് us ഫ്രീ ബൈ ദ സാക്രിഫൈസ് ഓഫ് ദ ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് ആ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് പിതാവുമായി നമുക്കൊരു സ്വസ്ഥത. അപ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇതേ കാര്യം തന്നെ പറയാണ്, വിശ്വസിക്കുന്നവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അവിശ്വാസം നമ്മളെ അസ്വസ്ഥരാക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഭാഗികമാക്കുകയും അപൂർണമാക്കുകയും ചെയ്യുന്നു. ശനിയാഴ്ച ശബത്ത്, അതായത് പിന്നെ യാഗമർപ്പിച്ചിട്ട് കുറച്ച് നേരം ഉണ്ടാകുന്ന പാപമോചനം, അതുപോലെ കുർബാന അല്ലെങ്കിൽ എന്തെങ്കിലും യാഗങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന താൽക്കാലിക ആശ്വാസങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ഭാഗികമാണ്. പ്രവൃത്തികളാൽ വരുന്നത്, ലോകത്തിൽ നിന്ന് വരുന്നതെല്ലാം ഭാഗികമാണ്. എന്നാൽ വിശ്വാസത്താൽ വരുന്നത് നിത്യമാണ്. അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്നേക്കുമായിട്ട് നിർത്തുന്നു. ആ നിർത്തലാണ് നമ്മളെ സ്വസ്ഥരാക്കുന്നത്. വി ആർ കംഫർട്ടബിൾ. ഓക്കെ, നമ്മൾ ആ സ്വസ്ഥതയിൽ ആനന്ദിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് എ പ്രോമിസ്. അത് നമുക്ക് ലഭിച്ച ഒരു വാഗ്ദത്തം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നാം എല്ലാവരും പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വിശ്വാസ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല ആളുകൾക്കും പിതാവിൻ്റെ അടുക്കലുള്ള ഈ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടതായി അവർക്ക് ഉറപ്പില്ല. കാരണം അവർ യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടി മരിച്ചെന്നും എൻ്റെ പാപങ്ങളുടെ കണക്കവിടെ തീർന്നെന്നും അവൻ സദാകാലത്തേക്കുമുള്ളൊരു സൽഗുണപൂർത്തി വിശ്വാസത്താൽ വരുത്തിയെന്നും ഉറപ്പില്ലാതെ പോകുമ്പോൾ, അസ്ഥിരമായി പോകുമ്പോൾ നമുക്കും ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. പല ആളുകളും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം ഈ സ്വസ്ഥത പ്രാപിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം അവിശ്വാസമാണ്. ഈ അവിശ്വാസം അവരുടെ സ്വസ്ഥതയെ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഈ സ്വസ്ഥത കിട്ടാതെ പോകരുത്.
ഒരാൾക്ക് പോലും അങ്ങനെ പോകരുത്. അതുകൊണ്ട് വിശ്വാസം വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തെ, സഭകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമുക്ക് വലിയൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥതയാണ്. അത് വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നിങ്ങളിൽ ആർക്കും മിസ്സായി പോകരുത്. ഒത്തിരി ആളുകൾ മറ്റ് മതങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും എല്ലാം വിശ്വാസത്തിൽ വരികയും നമ്മുടെ സഭകളിൽ ചെന്ന് ചേരുകയും എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ പിതാവിൻ്റെ അടുക്കലുള്ള സ്വസ്ഥത, ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, എനിക്ക് സ്വർഗ്ഗം ഒരു അവകാശമാണ്, എനിക്ക് ആ സ്വസ്ഥത പിതാവ് തന്നിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ മരണത്താൽ, യാഗത്താൽ, വിശ്വാസത്താൽ എനിക്കത് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പില്ലാതെ സംശയിക്കുന്ന ഒരു സമൂഹമായി അവശേഷിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും ലഭിക്കണമെന്ന് ഈ ലേഖനകർത്താവ് ഇവിടെ പറയുകയാണ്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഈ കേട്ട വചനം എന്നൊക്കെ പറയുമ്പം നമ്മൾ എല്ലാ പ്രസംഗത്തിൻ്റെ മുമ്പ് ചിലപ്പോൾ പറയുമായിരിക്കും, കേട്ട വചനം വിശ്വാസമായി വരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരിക്കാം. പക്ഷേ ശരിക്കും ഈ കേട്ട വചനം എന്ന് പറയുന്നത് വചനങ്ങളല്ല, വചനമാണ്. കേട്ട വചനം, വചനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇത്തിരി കടന്നു വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് ക്രിസ്തു എന്ന് പറയാം. അതല്ലാതെ നേരെ വ്യാഖ്യാനിച്ചാൽ പോലും ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനം സിംഗുലർ ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വചനം. ആ വചനം വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പോസ്തോലിക് ഡോക്ട്രിൻ, ക്രിസ്തുവിനെ നമ്മളിൽ വെളിപ്പെടുത്തുന്ന ആ അപ്പോസ്തലികമായ ഉപദേശം, ആ ഉപദേശത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് നമുക്ക് എന്തായി മാറുന്നത്? ഉപകാരമായി വരുന്നത്. ബിക്കോസ് കർത്താവിൻ്റെ ആ വെളിപ്പെടുത്തലാണ് അപ്പോസ്തലന്മാർ അവരുടെ ഉപദേശങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം എന്ന സിംഗുലർ പ്രയോഗം, അതായത് ഏകവചനത്തിലുള്ള പ്രയോഗം, അനേകം വചനങ്ങളെക്കുറിച്ചോ പ്രസംഗങ്ങളെക്കുറിച്ചോ അല്ല പറയുന്നത്. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രക്ഷാകരമായ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് സ്വസ്ഥത നൽകുന്ന അപ്പോസ്തലന്മാരിൽ നിന്ന് നമ്മൾ കേട്ട ആ വചനത്തെക്കുറിച്ചാണ് ഈ പരാമർശം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പോലെ നമ്മളും സദ്വർത്തമാനം കേൾക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാനുള്ള അനേകം സാഹചര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അതൊരു വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിൽ പരിണമിച്ചെങ്കിൽ മാത്രമേ അത് ദൈവമായിട്ടുള്ളൊരു സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. ഓക്കെ, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ചവരായ നാമാണ്. അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വഴി എന്താണ്? വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് ആർക്കാണ് ആ വാഗ്ദത്തം? ആരെല്ലാം വിശ്വസിക്കുന്നോ അവർക്കെല്ലാവർക്കും ദൈവമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അടുത്ത വാക്യം, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. അപ്പോൾ ഈ നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യം ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ഏത് ദിവസമാണ് ശബത്ത് എന്നുള്ളതാണ്. ഓക്കെ, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. അപ്പോൾ ലോകസ്ഥാപനത്തിങ്കൽ എന്ത് സംഭവിച്ചു? സൃഷ്ടി നടന്നു, പിന്നെ ആ സൃഷ്ടികരമായ പ്രവൃത്തികൾ തീർന്നുപോയി. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ സ്വസ്ഥതയുടെ വാഗ്ദത്തം പഴയ നിയമത്തിൽ തുടങ്ങുന്നതാണെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു. ഇവിടെയാണ് നമ്മൾ ശബത്തുമായിട്ട് ഈ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ, വാഗ്ദത്തത്തെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ, വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥത, എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ഇത് ഉൽപ്പത്തി മുതൽ ദൈവം നമ്മളെ ക്ഷണിക്കുന്ന അതേ സ്വസ്ഥതയാണ്. അത് വിശ്വാസം വെളിപ്പെട്ടാൽ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ, പ്രവൃത്തികളാൽ ലഭിക്കുകയില്ലായിരുന്നു. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് ലഭിച്ചത്. വിശ്വാസം അനുസരണമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ അനുസരണത്തിലൂടെ, വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ആ സ്വസ്ഥതയെക്കുറിച്ചാണ് ഇവിടെ 4-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥതയും പിതാവ് ആദ്യമ സൃഷ്ടിക്ക് ശേഷം മനുഷ്യർക്ക് നൽകിയ സ്വസ്ഥത എന്ന വാഗ്ദത്വവും ഒന്നു തന്നെയാണ്. ആ വാഗ്ദത്വത്തിൻ്റെ നിറവേറലാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ വാഗ്ദത്വവും ഈ സ്വസ്ഥതയും തമ്മിൽ ഇവിടെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം അവശേഷിക്കുകയാണ്, 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായി. അപ്പോൾ 8-ാം നാളിൽ എന്ത് സംഭവിച്ചു? 8-ാം നാളിൽ എന്ത് സംഭവിച്ചു? ഇതൊരു വലിയ ചോദ്യമാണ്. 7-ാം നാളിലെ സ്വസ്ഥതയിൽ നിന്ന് ദൈവം 8-ാം നാളിൽ എഴുന്നേറ്റ് സൃഷ്ടി തുടങ്ങിയോ? 8-ാം നാളെന്ന് പറഞ്ഞൊരു നാളുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഈ 7-ാം നാളിലെ സ്വസ്ഥതയിൽ ദൈവം ഇരുന്നിട്ട് ആ സ്വസ്ഥതയിലേക്കാണ് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, 7-ാം നാളിലെ സ്വസ്ഥത ഇതുവരെയും തീർന്നിട്ടില്ല. ഇപ്പോഴും ആ ക്ഷണം കിടക്കുകയാണ്. അപ്പോൾ 7-ാം നാൾ അവസാനിച്ചിട്ടുണ്ടോ? 7-ാം നാൾ അവസാനിച്ചതായി നമ്മൾ കാണുന്നില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ 1-ാം അധ്യായം
നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. അപ്പോൾ സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം എന്ന് പറയുമ്പം 1-ാം ദിവസം തീർന്നു. കാരണം 1-ാം ദിവസത്തെ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞിട്ടാണ് പറയുന്നത് സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. അപ്പോൾ 1-ാം ദിവസം റിപ്പോർട്ട് കഴിഞ്ഞു. ഇനി 8-ാം വാക്യത്തിൽ പറയുന്നത് സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം. അപ്പോൾ 2-ാം ദിവസത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി മുമ്പോട്ട് പോയി 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അത് 26-ാം വാക്യത്തിലാണ്. അത് കഴിഞ്ഞ് 31-ാം വാക്യത്തിൽ പറയുന്നു സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. അപ്പം ഉൽപ്പത്തി 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ 6 ദിവസങ്ങൾ കഴിഞ്ഞു. 6 ദിവസം മനുഷ്യൻ്റെ സൃഷ്ടിയും കഴിഞ്ഞിട്ടാണ് 31-ാം വാക്യത്തിൽ പറയുന്നു സന്ധ്യയായി ഉഷസ്സായി 6-ാം ദിവസം. അപ്പോൾ 6 ദിവസങ്ങൾ തീരുമ്പോഴാണ് അത് പറയുന്നത്, 6-ാം ദിവസം. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം ദിവസം ആരംഭിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്തും സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം എന്ന് പറയുന്നില്ല. ഒരിടത്തും ഇല്ല. അതിൻ്റെ സന്ധ്യ ആയില്ല, അതിൻ്റെ ഉഷസ് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് 7-ാം നാളിൽ ദൈവം പ്രാപിച്ച സ്വസ്ഥതയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും വിശ്വാസിയെ സംബന്ധിച്ച് 7-ാം നാളാണ്, ആ സ്വസ്ഥതയുടെ ദിവസമാണ്. ഈ 7-ാം നാൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ദൈവം സൃഷ്ടിച്ചത് 7 ദിവസങ്ങളെയാണ് ടൈമിൽ. 7-ാം ദിവസം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സന്ധ്യയായി ഉഷസ്സായി എന്ന് നമ്മൾ പറയുമ്പോൾ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ സ്വസ്ഥത പ്രാപിക്കാനുള്ള വാഗ്ദത്തം നിത്യത വരെ നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സ്വസ്ഥത അനുഭവിക്കുവാൻ, ആ സ്വസ്ഥത അനുഭവിക്കുവാൻ നമ്മൾ വിശ്വാസത്തിലൂടെ കർത്താവിലേക്ക് നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവൻ നമുക്ക് സ്വസ്ഥത വരുത്തിയാൽ നമ്മൾ ദൈവം ആദികാലങ്ങളിൽ മുതലേ വാഗ്ദത്തം ചെയ്ത ആന്തരികമായ സ്വസ്ഥത അത് നമ്മളെ വിശുദ്ധരാക്കി മാറ്റും. ഈ വിശുദ്ധിയും സ്വസ്ഥതയും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് വിശുദ്ധി, എന്താണ് സ്വസ്ഥത? വിശുദ്ധ ഹൃദയത്തിൻ്റെ ഒരു ലക്ഷണമാണ് ആ ഹൃദയത്തിൽ അലമാലകൾ കുറവാണ്, ടെൻഷൻസ് കുറവാണ്. കാരണം അവൻ്റെ ഹൃദയം ശാന്തമാണ്, സ്വസ്ഥമാണ്. ഹീസ് റെസ്റ്റിംഗ് ഇൻ ദ ലോഡ്. അത് വിശുദ്ധിയുടെ ഒരു അടയാളമാണ്. എ സാങ്ക്ടിഫൈഡ് ഹാർട്ട്. ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നതനുസരിച്ച് നാം സ്വസ്ഥതയുള്ളവരായി മാറുന്നു. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് അജിറ്റേഷൻ ഉണ്ടാകുന്ന ആ ക്യാരക്ടറിൽ നമ്മൾ മാറി ജീവിതത്തെ സ്വസ്ഥമായി നേരിടുവാൻ നമ്മൾ പഠിക്കുന്നത് ഈ വിശുദ്ധീകരണത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ ശബത്തിലേക്ക് മനുഷ്യനെ വിളിക്കുമ്പോൾ ആ ദൈവം അത് വിശുദ്ധീകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് റെസ്റ്റിംഗ് ആൻഡ് ദാറ്റ് റെസ്റ്റ് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. ദൈവം നമ്മളെ അവൻ്റെ സ്വസ്ഥതയിലേക്ക് വിളിക്കുകയാണ്, ടു സാങ്ക്ടിഫൈ അസ്. നമ്മളവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളവൻ്റെ വിശുദ്ധിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇഫ് യു ആർ റെസ്റ്റിംഗ് ഇൻ ദ ലോഡ്, യു ആർ സാങ്ക്ടിഫൈഡ് ഇൻ ദ ലോഡ്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഒരു സ്വസ്ഥത, സഹോദരങ്ങളെ, ഈ സ്വസ്ഥത ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതാണ്, വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ചുറ്റും ആകാശം ഇളകി മറിഞ്ഞാലും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് പോയാലും, ഇതൊക്കെ ഞാൻ ഭംഗിരൂപത്തിൽ പറയുന്നതാണ്, നമ്മുടെ ചുറ്റും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരു സാഹചര്യം നമുക്ക് വന്നാലും ദൈവവുമായി സ്വസ്ഥത എന്ന സമാധാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ പുത്രൻ വഴി പ്രവേശനം ലഭിച്ച നമുക്ക് എല്ലാ ദിവസവും ശബത്താണ്. എല്ലാ ദിവസവും നമ്മളതിൽ പ്രവേശിച്ചു കൊണ്ടുപോയിരിക്കും. ഇതാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ പഴയ നിയമത്തിലെ ആ നിഴലുകളെ യേശുക്രിസ്തു എന്ന പൊരുളിലൂടെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആ സ്വസ്ഥത ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അങ്ങ് തന്നെ നിറവേറ്റുന്നത്. കർത്താവെ, നിഴലുകളായി ഞങ്ങളുടെ പൂർവികർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സ്വസ്ഥത, കർത്താവെ, ഞങ്ങൾക്ക് വിശ്വാസത്താൽ അത് പൂർണ്ണമായി ക്രിസ്തുവിൽ അനുഭവിക്കുവാൻ, ആ സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി പുത്രനെ തന്നെ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.